ഞാൻ ശരിക്കും ചിന്തിച്ച് ചെയ്തൊരു ലിറിക്സ് ആണ് അതില്. തുന്തുരു തുന്തുരു തൂ തുന്തുരു തുന്തുരു തൂ കച്ചട തപ്പ കാ പക്കിടി തപ്പി അറിയില്ല. സി അതാണ്. അപ്പൊ അതൊക്കെ എഴുതുമ്പോ തന്നെ എന്തോരം സ്ട്രെസ്ഫുൾ ആയിട്ടാണ് എഴുതുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് ശ്രീ ചേട്ടൻ വന്നത്. വളരെ അർത്ഥം മലയാളം അറിയില്ലല്ലോ പുള്ളിക്കാരന്, അധികം അറിയണ്ടായിരുന്നില്ലല്ലോ. ബിഗ് ബോസിനകത്ത് വരുമ്പോ തേങ്ങാക്കൊല കണ്ടിട്ടില്ലായിരുന്നു. വെറുതെ അല്ല, അത് കഴിഞ്ഞാണ് പല സത്യങ്ങളും പടക്കങ്ങളും പോലെ ഇങ്ങനെ പൊട്ടുന്നത്. ശ്രീനി കുട്ടിമാമ ഞെട്ടി, ഞാൻ അല്ല കുട്ടിമാമ ഞാൻ കെട്ടിമാമ. നമുക്ക് എന്തായാലും ഇനി അടുത്തതായിട്ട് ഒരു ചെറിയൊരു ഗെയിം അല്ല, ചെറിയ ടാസ്ക്. അതായത് നെവർ ഹാവ് എവർ, യെസ് ആണെങ്കിൽ നോ ആണെങ്കിൽ ഇത് ഒന്ന് അതിനൊരു നോ ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ. ദേഷ്യം വന്നപ്പോ എപ്പോഴെങ്കിലും മൊബൈലൊക്കെ എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട്? ദേഷ്യപ്പെടുന്ന ഒരാളല്ല, പക്ഷെ പൊട്ടിക്കാൻ അത്രയ്ക്കും ദേഷ്യം അങ്ങനെ എറിഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ട് വലിച്ചെറിയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. സ്വന്തം സിനിമ കണ്ട് എപ്പോഴെങ്കിലും തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നോ. എന്റെ സീൻ വരാൻ ഞാൻ കാത്തിരിക്കും. എപ്പോഴെങ്കിലും ശ്രീചേട്ടന്റെ ബ്രഷ് എടുത്തിട്ട് ബൈ മിസ്റ്റേക്ക് അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് മനഃപൂർവ്വം തേച്ചിട്ടുണ്ട്. നാം ഒന്ന് നമുക്കൊന്നല്ലേ. പുള്ളിക്കാരന്റെ റിയാക്ഷൻ എന്തായിരുന്നു അതിന്? He was enjoy. He liked it. He's like, okay, നീ എടുത്തോ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. ചെയ്തിട്ടുണ്ടോ ശ്രീചേട്ടൻ? പേളിയുടെ ബ്രഷ് എടുത്തുകൊണ്ടിട്ട് നീ ചെയ്തതിന് മറ്റേ നിറത്തിലെ പോലെ എന്റെ ബ്രഷ് ശ്രീനി അത്രയ്ക്കും റൊമാൻറ്റിക് കാണിച്ചിട്ടില്ല. പക്ഷെ ഞാനാണ് ഓവറാക്കി. ഞങ്ങൾ ഹണിമൂണിന് ഹിമാലയത്തിൽ പോയ സമയത്തായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ബ്രഷ് കാണാനില്ല, ഞാൻ ശ്രീനിയുടെ യൂസ് ചെയ്യാം. എന്റെ ഭർത്താവ് ഇരിക്കട്ടെ, ഓർക്കാമല്ലോ അതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യ കാഴ്ചയിൽ തന്നെ ഏതെങ്കിലും ഒരു നടനോട് ഒരു പ്രണയം തോന്നിയിട്ടുണ്ടോ? ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് കൂടെ അഭിനയിച്ച മാധവൻ. അയ്യോ, ചെറുപ്പത്തിലെ കാതൽ സടുഗുടുഗുടു അങ്ങനെ മാധവനായിരുന്നു എന്റെ റഫ് നോട്ടിലെ കവറിലൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പ്രായത്തില്. ഞാൻ ഒരിക്കൽ ഒരു ഇവന്റിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ അത് റീസെന്റ് ആയിരുന്നു. അല്ലാണ്ട് പിന്നെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകളൊന്നും ആരും ഒരു രാജമല്ലി അന്ധകാലം. സി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഫോർ എ ഹീറോ സിനിമയിലൂടെയാണ് നമുക്ക് കുട്ടിക്കാലത്തല്ലേടാ നമുക്ക് ഫസ്റ്റ് പ്രണയം വരിക. ഈ പ്രായത്തിലാണ് ഫസ്റ്റ് പ്രണയം. നീ ഇറങ്ങി പോണേ. എനിക്ക് 2ാം ക്ലാസ്സിലൊക്കെ പ്രണയം വന്നിട്ടുണ്ട്. ഞാൻ അടക്കി അമർത്തിയതാണ്. 2ാം ക്ലാസ്സിലാ? ആരോട്? ചാക്കോച്ചനോടാ? എടാ പ്രണയല്ല, നമ്മളപ്പൊ ശാലിനി ആയിരുന്നെങ്കിൽ എന്നൊന്ന് ആഗ്രഹം. ലവ് ആൻഡ് ലവ് ഓൺലി. ഫേക്ക് അക്കൗണ്ട് ഉപയോഗിക്കാറില്ല? ഇല്ലടാ, എപ്പോഴെങ്കിലും ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് ഇല്ല, നിലയുടെ അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ശ്രീനിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതിന്റെ പാസ്വേഡ് ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അതിങ്ങനെ മാറി